ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ അവസ്ഥയിൽ തന്നെ രോഗം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതേപ്പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതെങ്ങനെ ആരംഭത്തിൽ കണ്ടെത്തും എന്നുള്ളതാണ്. ചില വെല്ലുവിളികൾ ഇക്കാര്യത്തിലുണ്ട് എന്നത് നമുക്ക് മറന്നുകൂടാ. പ്രത്യേകിച്ച് പറയേണ്ടത് ആരംഭഘട്ടത്തിൽ പല ക്യാൻസറും യാതൊരു രോഗലക്ഷണങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് പലപ്പോഴും ആദ്യഘട്ടത്തിൽ രോഗം കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു എന്നതും വസ്തുതയാണ്. എന്നാൽ ചില രോഗങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ രോഗലക്ഷണങ്ങൾ കാണുകയും ആ സമയത്ത് തന്നെ രോഗി കൃത്യമായ രോഗനിർണയം നടത്തി ചികിത്സയിലേക്ക് കടന്നാൽ രോഗം പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താനും സാധിക്കും. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ ഇക്കാലത്ത് കുറവാണെന്ന് തന്നെ പറയാം. രോഗലക്ഷണം അതായത് ബ്രസ്റ്റിലെ മുഴ കണ്ടെത്തിയാൽ അത് തക്ക സമയത്ത് ഡോക്ടറിനെ കാണിക്കാതെയൊക്കെ വരുന്ന കേസുകൾ വല്ലപ്പോഴുമൊക്കെ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്തനാർബുദത്തെ പറ്റിയൊക്കെ ഇത്രമാത്രം അവബോധം സമൂഹത്തിൽ ഉള്ളത് കാരണം എനിക്ക് തോന്നുന്നത് ഈ ബ്രസ്റ്റിലെ മുഴ ഡോക്ടറിനെ കാണിക്കാതെ മാമോഗ്രാം പരിശോധന നടത്താതെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെ പറയണം. അതുപോലെയാണ് വൻകുടലിലെ ക്യാൻസർ. മലം രക്തം കലർന്നു പോവുക എന്ന് പറയുന്ന രോഗലക്ഷണം മുമ്പൊക്കെ ആളുകളത് പൈൽസാണ് എന്ന് ലഘൂകരിച്ച് കാണിച്ച് ഡോക്ടറിനെ കാണാതെ പോകുന്ന ഒരു പ്രവണതയൊക്കെ കണ്ടുവന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആവർത്തിച്ച് ഞങ്ങളെല്ലാവരും പറയുന്ന ഒരു മെസ്സേജ്, ബ്ലഡ് മലത്തിൽ കണ്ടാൽ നമ്മളപ്പം തന്നെ ഡോക്ടറിനെ കാണിച്ച് ഒരു കോളനോസ്കോപ്പി ടെസ്റ്റൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് ഈ ആരംഭഘട്ടത്തിലെ വൻകുടൽ ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ഒരു ബ്ലഡ് മലത്തിൽ കലർന്നു പോവുക എന്ന് പറയുന്ന ഒരു രോഗലക്ഷണം. അപ്പോൾ അത് തക്ക സമയത്ത് കണ്ടെത്തിയാൽ ആരംഭഘട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കുകയും സർജറി കൊണ്ട് മാത്രം ചികിത്സ ചുരുക്കി രോഗിക്ക് പൂർണ്ണമായിട്ട് രോഗം ഭേദപ്പെടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഈ രോഗികൾ വന്ന് കാണുമ്പോൾ ആദ്യമേ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് എന്താണ് ഡോക്ടറെ സ്റ്റേജ് എന്നുള്ളതാണ്. കാരണം സ്റ്റേജ് വല്ലാതെ വൈകിപ്പോയോ എന്നുള്ളത് അവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. സ്റ്റേജ് 1, 2 ആരംഭഘട്ടമാണെന്ന് പറയുമ്പോൾ തന്നെ അവർ വളരെയധികം ഒരു നെടുവീർപ്പ് ഉയരുന്ന കാണുമ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ളത് കാണാം. എത്രമാത്രം ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയും സ്റ്റേജും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ മാറി വരുന്ന ഒരു ശാസ്ത്രീയ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ പടർന്നു കഴിയാത്ത ഒരു രോഗം, അതായത് 4ാം സ്റ്റേജിലല്ലാത്ത ഒരു രോഗം, ആ രോഗത്തെ എല്ലാം നമ്മൾ ചികിത്സ കൊണ്ട് ഭേദപ്പെടുത്താൻ കഴിയുന്ന ആരംഭഘട്ടത്തിലെ ക്യാൻസറായിട്ട് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല നമ്മളെന്ന് ആദ്യത്തെ ദിവസം നിർണ്ണയിക്കുന്ന രോഗങ്ങൾ ഒഴികെ ബാക്കി രോഗങ്ങൾക്കെല്ലാം ചികിത്സ കൊണ്ട് രോഗം ഭേദപ്പെടാനുള്ള സാധ്യത ഡെഫിനറ്റ്ലി കൂടുതലാണ്. ഇനി 4ാം സ്റ്റേജ് ആണെങ്കിൽ പോലും ചുരുങ്ങിയ ഭാഗങ്ങളിൽ മാത്രം പടർന്ന 4ാം സ്റ്റേജ് രോഗികളെ, അതിനെ ഞങ്ങൾ ഒളിഗോ മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് എന്നാണ് വിളിക്കുക, അവരെ പോലും ഇക്കാലത്ത് കൃത്യമായ ചികിത്സയിലൂടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനത്തിലൂടെ, ട്യൂമർ ബോർഡിൻ്റെ ഒക്കെ പ്രസക്തി ഇവിടെയാണ് വരുന്നത്, അവരുടെ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം രോഗികളെ പോലും ഭേദപ്പെടുത്തുന്ന കേസുകൾ വിരളമല്ല. അതുകൊണ്ട് പൊതുജനത്തിനോടുള്ള ഒരേ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കുക, രോഗലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുക, തക്ക സമയത്ത് ഡോക്ടറിനെ കാണിക്കുക, ടെസ്റ്റ് നടത്തുക. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ രോഗികൾ. കാരണം ഇന്ന് കേരളത്തിലെ നമ്പർ 1 ക്യാൻസർ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അത്രമാത്രം ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു പിന്തിരിഞ്ഞുള്ള നടത്തമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പരിധിവരെ നമുക്ക് ഇക്കാലത്ത് നമ്മുടെ ജീവിതശൈലി കൊണ്ടും മാറി വന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുമൊക്കെ സ്തനാർബുദത്തെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം. അതേസമയം രോഗലക്ഷണങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. തക്ക സമയത്ത് ബ്രസ്റ്റ് ലംബൊക്കെ നമ്മൾ കണ്ടാൽ ഡോക്ടറിനെ കാണിച്ച് മാമോഗ്രാം പരിശോധന ചെയ്യാനും ആവശ്യമെങ്കിൽ ബയോപ്സി എടുക്കാനൊന്നും നമ്മൾ ഒരു കാലത്തും മടിക്കേണ്ട കാര്യമില്ല. വൈകിപ്പോയാൽ ഒരു തിരിച്ചു വരവ് അസാധ്യമാണ്. വൈകിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രോഗത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കും.